ഒന്നാം പ്രതി അടക്കമുള്ള ആളുകൾക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ടോം പറഞ്ഞു, ഇവിടെ മറ്റ് പൊതുബോധം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചിന്താഗതി, അതിനപ്പുറം ഈ നമ്മുടെ നിയമസംഹിതയുടെ ഒരു പിൻബലം എന്ന് പറയുന്നത് തന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യയിലെ നിയമ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ സംശയത്തിനതീതമായി വ്യക്തമായി തെളിവില്ലാതെ ഒരു പ്രതിയെയും ശിക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ വിചാരണ കോടതി ഇത്ര സവിസ്തരം, ഇത്ര വർഷങ്ങൾ നീണ്ട്, ഇത്ര ദിവസങ്ങൾ നീണ്ട്, ഏതാണ്ട് 100 ദിവസത്തോളമാണ് ദിലീപിനെ മാത്രം ചോദ്യം ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം വളരെ വിശദമായി തന്നെ തെളിവുകൾ ശേഖരിക്കുകയും തെളിവുകൾ പരിശോധിക്കുകയും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഈ വിധി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേയറ്റം കുറ്റമറ്റ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിരീക്ഷിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 8 വർഷം നടന്ന നീണ്ട വിചാരണ വേള പരിശോധിക്കുമ്പോൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. 28 സാക്ഷികളാണ് കൂറുമാറിയിട്ടുള്ളത്. ഏതാണ്ട് 261 സാക്ഷികൾ മൊത്തമുണ്ടായിരുന്നു. സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ഉള്ള സാക്ഷികൾ ഉണ്ടായിരുന്നു. ചില സാക്ഷികൾ കൂറുമാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു.